ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ട്രിപ്പ് പോകുന്ന കാര്യം. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ, പിക്നിക്ക് പോവാണ്. നമ്മളൊരു ഫാം ഹൗസിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഞാനിതൊക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തൊക്കെ വന്നതാണ് കേട്ടോ. പക്ഷേ ആ പ്ലാനിങ് എല്ലാം തകർന്നു പോയി. കാരണം അച്ചാച്ചൻ ഇന്ന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇച്ചുകൂട്ടനാണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു. ഞാനായിരുന്നു ഫുൾ ടൈം അവളെ എടുത്തുകൊണ്ട് നടന്നതൊക്കെ. ഫുൾ ടൈം അവൾ എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു കേട്ടോ. താഴെ ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒമാനിൽ വന്നിട്ട് എന്ത് നേടിയെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ പറയും, ഇവിടെ വന്ന് എനിക്ക് കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിനെ പോലെ എനിക്ക് കുറേ ആൾക്കാരെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറേ നല്ല മനുഷ്യരെ. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇച്ചിരി നേരം ഒന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി താഴെ നിർത്തിയതാണ്. അതിൻ്റെ ചിനുക്കമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ചേർത്താണ് കേട്ടോ ഞാൻ ഈ വ്ളോഗ് ഇടുന്നത്. കുറേ ഫൺ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊന്നും കയറാൻ പറ്റില്ല. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിലും ഒന്ന് കയറണമെന്ന്. 1-2 എണ്ണത്തിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഏതെങ്കിലും ഗെയിമിൽ കയറാനായിട്ട് പോകുമ്പോൾ ഇച്ചുകൂട്ടിനെ താഴെ നിർത്തുമ്പോൾ അവൾ അപ്പോഴേ കരച്ചിൽ തുടങ്ങും. പിന്നെ ആരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് മാറ്റി നിർത്തുമ്പോഴായിരിക്കും ഞാൻ ഏതെങ്കിലും ഗെയിമിൽ കയറുന്നത് തന്നെ. പക്ഷേ യൂസ് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ആൾ നല്ല ഓണായിരുന്നു കേട്ടോ. ആദ്യം പൂളിലൊന്ന് പേടിച്ചെങ്കിലും പിന്നെ ആൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. തിരിച്ച് കയറാൻ പറയുമ്പോഴും ആൾ പറയുന്നുണ്ട്, അമ്മ കുറച്ച് സമയം കൂടെ നിന്നോട്ടെ, കുറച്ച് സമയം കൂടെ നിന്നോട്ടെ. അങ്ങനെ ആൾ എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മുടെ കസേര കളിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഇത്രയും ആൾക്കാരല്ല കേട്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നിന്ന് ആൾക്കാരൊക്കെ ഔട്ടായി പോയി ഇത്രയും പേരായിട്ട് ചുരുങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ആൾക്കാരാണ് ഫൈനലിൽ ഉണ്ടായിരുന്നത്. ഫൈനൽ ആ റെഡ് ഡ്രസ്സ് ഇട്ടേക്കുന്നതാണ് കേട്ടോ ഞാൻ. എൻ്റെ ഫ്രണ്ടിൽ വരുന്ന പ്രവീണങ്ങളും ബാക്കിൽ വരുന്ന നിതിനും, അവർ രണ്ടുപേരും ആയിരുന്നു ഫൈനലിൽ ഉണ്ടായിരുന്നത്. ഫൈനലിൽ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫൈനലിൽ പ്രവീണങ്ങളും സെക്കൻഡ് ആയിരുന്നു കേട്ടോ. നിതിനാണ് കേട്ടോ ഫസ്റ്റ് ആയത്, അതായത് എൻ്റെ ലെഫ്റ്റിൽ ഇരിക്കുന്ന ആളെ കേട്ടോ. അങ്ങനെ നൈറ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് തട്ടുദോശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ബാർബിക്യൂ ആണ് കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്തിരുന്നതൊക്കെ. ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് രാത്രി ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, എൻ്റെ ലൈഫിൽ ഈ ഒരു ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് നമ്മൾ ഹാപ്പി ആയിരുന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇവനാണെങ്കിൽ ഇവിടുന്ന് വരണമെന്നേ ഉണ്ടായിരുന്നില്ല. അവൾ അപ്പോഴും അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.